ലവ്ലി ഷോട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ എക്സാമുകളിൽ, അടുത്തിടെ നടന്ന എക്സാമുകളിൽ PSC പരീക്ഷകളിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഖാദി ബോർഡ് LDC പ്രിലിമിനറി എക്സാമുകളൊക്കെ നടന്നു. അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, 100 ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് തൊട്ടടുത്ത വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? ഓപ്ഷനിൽ 1924, 1931, 1932, 1925. ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 603 ദിവസത്തെ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നതിലൊരു കൃത്യതയില്ല. അതുകൊണ്ട് തന്നെ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷമാണെങ്കിൽ 1924 ആണ് ആൻസർ, അവസാനിച്ച വർഷമാണെങ്കിൽ 1925 ആണ് ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം, ആരംഭിച്ച വർഷമാണ് 1924. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര്? പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? ആൻസർ കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ. കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തതേത്? താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, പാഞ്ചാലി ശബ്ദം. ഇവിടെ തന്നിരിക്കുന്നതിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത് ഓപ്ഷൻ D ആണ്, പാഞ്ചാലി ശബ്ദം. പാഞ്ചാലി ശബ്ദമാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെ? ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമുക്കറിയാം, ആൻസർ മുംബൈ. മുംബൈയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏത്? താഴെ തന്നിരിക്കുന്നതിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതല ഏതാണ്? ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ സൗകര്യമൊരുക്കൽ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കൽ, അവകാശ സംരക്ഷണം. അവകാശ സംരക്ഷണം. അപ്പോൾ നിർബന്ധിതമായ ചുമതലയാണ് ഓപ്ഷൻ D, അവകാശ സംരക്ഷണം. താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിതമായ ചുമതലയാണ് അവകാശ സംരക്ഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സതി എന്ന പ്രശസ്തമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അബനീന്ദ്രനാഥ ടാഗോർ, രാജ രവിവർമ്മ, നന്ദലാൽ ബോസ്, അമൃത ഷെർഗിൽ. ആൻസർ നന്ദലാൽ ബോസ്. നന്ദലാൽ ബോസുമായി ബന്ധപ്പെട്ടതാണ് സതി എന്ന ഫേമസ് ആയ ചിത്രം, നന്ദലാൽ ബോസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? നമുക്കറിയാം, ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയതാര്? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്.
ഫ്രാൻസിസ് ആണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏത്? ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? ആൻസർ ലൂ. ലൂ ആണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം എന്താണ്? മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം എന്താണ്? ആൻസർ വൈറസ്. വൈറസ് ആണ് മാരക രോഗമായ നിപ്പയ്ക്ക് കാരണം. വൈറസുകളാണ് നിപ്പയുടെ കാരണം. ഇന്ത്യയുടെ അതിർത്തി ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഇന്ത്യയുടെ അതിർത്തി ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. നോക്കാം. ആൻസർ ബി ആണ് ആൻസർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്, പടിഞ്ഞാറ് അറബിക്കടലാണ്, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്, വടക്ക് ഹിമാലയ പർവ്വതമാണ്. അതായത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലാണ്, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്, തെക്ക് ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രമാണ്, വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതനിരയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ആൻസർ സമതലങ്ങളാണ്. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളെയാണ് ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ആൻസർ ജാരിയ. ജാരിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ കുറേ ഊർജ്ജ സ്രോതസ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ പുനഃസ്ഥാപന ശേഷിയുള്ളത്, ചെലവ് കുറഞ്ഞത്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻസ് കൽക്കരിയുണ്ട്, വേലിയോർജ്ജമുണ്ട്, ജൈവവാതകമുണ്ട്, പെട്രോളിയമുണ്ട്, സൗരോർജ്ജമുണ്ട്. ആൻസർ ഓപ്ഷൻ സി, അതായത് വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം. ഇതൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതും അതേപോലെ തന്നെ പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ഊർജ്ജ സ്രോതസ്സുകൾ. അതായത് വേലിയോർജ്ജം, ജൈവവാതകം, സൗരോർജ്ജം. ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതൊക്കെയാണ്? ആൻസർ ഡി ആണ്. അതായത് ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ, ഇവയാണ് ഖാരിഫ് വിളകൾ അല്ലാത്തത്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ, ഇവ ഖാരിഫ് വിളകളിൽ അല്ലാത്തവയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, പരുത്തിയെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എഴുതുക. കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും
മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിൻ്റെ നീരെടുത്തില്ലെങ്കിൽ കരിമ്പിലെ സൂക്രോസിൻ്റെ അളവ് കുറയും. അപ്പോൾ കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ ഇത് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്തതാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനം ഇല്ല. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനമാണുള്ളത് എന്ന പ്രസ്താവനയാണ് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ, വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ആൻസർ, 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ, സി, ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ അമെൻമെൻറ്റ് 44 ആണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ആൻസർ, 42. ഓപ്ഷൻ എ, 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് രംഗനാഥ മിശ്ര. രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാന്. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ആൻസർ, 22 ജൂലൈ 1947. 1947 ജൂലൈ 22 ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടന നിയമനിർമ്മാണ സഭ അംഗീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 25-ാമത്തെ ക്വസ്റ്റ്യൻ, വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സംസ്കൃതം, ഹിന്ദി, ഉറുദു, ബംഗാളി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യനിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് തന്നെ ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വന്ദേ മാതരം എഴുതിയിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത്? ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? ആൻസർ, സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന വാക്യമാണ് ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യമേവ ജയതേ. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ആൻസർ, ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ആന. ദേശീയ മൃഗം കടുവയാണ്. ദേശീയ പൈതൃക മൃഗമാണ് ആന. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 2005. 2005 വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആൻസർ, പാർട്ട് 4A. പാർട്ട് 4Aയുടെ ഭാഗത്താണ്
മൗലിക കടമകളെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്? 29ൻ്റെ ആൻസർ ഓപ്ഷൻ എ പാർട്ട് 4A എന്ന ഭാഗത്ത്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ആൻസർ 226. ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 226. 32 സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് 226. ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 226. INA രൂപീകരിച്ചത് ആരായിരുന്നു? INA 31ാമത്തെ ക്വസ്റ്റ്യനാണ്. INA രൂപീകരിച്ചത് ആരാണ്? INA രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 31ൻ്റെ ആൻസറാണ് ഓപ്ഷൻ എ സുഭാഷ് ചന്ദ്രബോസ്. SC ബോസ് എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത്. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ആര്? ആൻസർ ലിട്ടൻ പ്രഭു. ലിട്ടൻ പ്രഭുവാണ്. ഓപ്ഷൻ എ ലിട്ടൻ പ്രഭുവാണ് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാപത്ര നിയമം നടപ്പിലാക്കിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് പണ്ഡിത രമാബായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? ശാരദ സദൻ. ശാരദ സദനാണ് പണ്ഡിത രമാബായി ബോംബെയിൽ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്ഥാപിച്ച സ്ഥാപനം. ശാരദ സദൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം. ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് 1969. 1969 ISRO രൂപീകൃതമായത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ആൻസർ ആനന്ദമഠം. ഓപ്ഷൻ എ ആണ്. ആനന്ദമഠത്തിൽ നിന്നാണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ആൻസറാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ് നവംബർ 11. അന്നാണ് വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്തതാര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്ത താഴെ തന്നിരിക്കുന്ന വ്യക്തികളിൽ ആരാണ്? ആൻസർ VP മേനോൻ. VP മേനോനാണ്. ഫസൽ അലിയും HN കുൻസ്രുവും KM പണിക്കരൊക്കെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമായിരുന്നു. VP മേനോനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ ഭാഗമല്ലാത്ത താഴെ തന്നിരിക്കുന്നവയിലുള്ളത്. VP മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ആയി ആവിഷ്കരിച്ചതാര്? ചോർച്ച സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ദാദാഭായ് നവറോജ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത്. കപ്പലോട്ടിയ തമയൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാര്?
കപ്പലോട്ടിയ തമയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ള. ആൻസർ വി.ഒ. ചിദംബരം പിള്ളയെയാണ് കപ്പലോട്ടിയ തമയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. ആൻസർ ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടൻ ആരാണ്? ആൻസർ പി.ജെ. ആൻ്റണി. പി.ജെ. ആൻ്റണിയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാള നടൻ. പി.ജെ. ആൻ്റണി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആര്? ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? എം.ഡി. വത്സമ്മ. എം.ഡി. വത്സമ്മയാണ് ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത. പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ആൻസർ കുന്തിപ്പുഴ. കുന്തിപ്പുഴയുടെ ഭാഗമാണ് പാത്രക്കടവ് വെള്ളച്ചാട്ടം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വയനാട് ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ്? ആൻസർ നവീന ശിലായുഗം. നവീന ശിലായുഗത്തിൻ്റെ അവശേഷിപ്പുകളാണ് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ. എടക്കൽ ഗുഹകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല. വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏത്? സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ആൻസർ 1984. 1984 സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാട്. ആൻസർ ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആൻസർ വയനാട്. വയനാട്ടിലാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത്? കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏതാണ്? ആൻസർ കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ആണ് കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട്ടെ ഷൊർണൂർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിൽ പ്രകടിപ്പിച്ചത് ആരാണ്? വെണ്ണീജ ഭരണം എന്ന് ബ്രിട്ടീഷ് ഭരണത്തെ വിളിച്ചത് ആരാണ്? ആൻസർ വൈകുണ്ഠസ്വാമികളാണ്. ആൻസർ വൈകുണ്ഠസ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്? ആൻസർ അയ്യങ്കാളി. അയ്യങ്കാളിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അയ്യങ്കാളി പറഞ്ഞതാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപനം നടത്തിയത്. സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സവർണജാഥ ഏതു സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ. സവർണജാഥ നടത്തിയത്
മന്നത്ത് പത്മനാഭനാണ്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി ഏത്? താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതികൾ ആത്മോപദേശ ശതകമുണ്ട്, ദൈവദശകമുണ്ട്, ജാതിക്കുമ്മിയുണ്ട്, ദർശനമാല. ആൻസർ ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല ഒക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതിയാണ്. ജാതിക്കുമ്മി എഴുതിയിരിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാലയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പനാണ് എഴുതിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആൻസർ ഗൗരി പാർവതിബായി ആണ് പ്രൈമറി വിദ്യാഭ്യാസം, തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി നോവൽ ആണ് കേരള സിംഹം. ഇത് രചിച്ചത് ആരാണ്? പഴശ്ശി രാജാവിൻ്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള നോവലാണ് കേരള സിംഹം. ഇത് എഴുതിയിരിക്കുന്നത് സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നു. ആരായിരുന്നു അധ്യക്ഷൻ? ആൻസർ ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷനായിരുന്നത്. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ചാണ് നടന്നത്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ആനി ബസന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയതാര്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ രൂപീകരിച്ചത്. കുമാരഗുരുദേവൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ആര്? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏത്? അതായത് ബ്രെയിനിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം, മെനിഞ്ചസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നതിൽ ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? എലിപ്പനിയുണ്ട്, ഡിഫ്തീരിയയുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്, ക്ഷയരോഗമുണ്ട്. ഇതിൽ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏതാണ്? ആൻസർ ഹെപ്പറ്റൈറ്റിസ് ഒരു ബാക്ടീരിയ രോഗമല്ല. എലിപ്പനി, ക്ഷയം, ഡിഫ്തീരിയ ഒക്കെ ബാക്ടീരിയ രോഗമാണ്. 62 ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഹെപ്പറ്റൈറ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം, ഗോയിറ്റർ, ക്രെറ്റിനിസം. ഇതിലേതാണ് ആൻസർ? 63
ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ഗോയിറ്റർ ആണ് ആൻസർ. അതായത് അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയാണ് ഗോയിറ്റർ എന്ന അസുഖം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൈക്കുയ, കാൽക്കുയ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ്? കൈക്കുയ, കാൽക്കുയ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തെന്നി നീങ്ങുന്ന സന്ധിയാണ്. കൈക്കുയയിലും കാൽക്കുയയിലും എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധിയുടെ പേരാണ് തെന്നി നീങ്ങുന്ന സന്ധി. തെന്നി നീങ്ങുന്ന സന്ധി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ശിശു മാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ശലഭം പദ്ധതി. ആൻസർ ആണ് ശലഭം പദ്ധതി. അതായത് കേരളത്തിൽ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിൻ്റെ പേരാണ് ശലഭം പദ്ധതി. ശലഭം പദ്ധതി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാസിൻ്റെ പുസ്തകം ഏത്? റേച്ചൽ കാസിൻ്റെ പുസ്തകം ഏതാണ്? പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാസിൻ്റെ പുസ്തകം ഏതാണ്? ആൻസർ നിശബ്ദ വസന്തം. നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്നറിയപ്പെടുന്ന നിശബ്ദ വസന്തം എന്നറിയപ്പെടുന്ന പുസ്തകമാണ് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കാസിൻ്റെ പുസ്തകം. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയാണ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കാസർഗോഡ്. 68 കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ കാസർഗോഡാണ്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? ആൻസർ പരിസ്ഥിതി പുനഃസ്ഥാപനം. ഓപ്ഷൻ ഡി ആണ്, പരിസ്ഥിതി പുനഃസ്ഥാപനം എന്നതാണ് 2021 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ മുദ്രാവാക്യം. പരിസ്ഥിതി പുനഃസ്ഥാപനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ജയ, ആര്യൻ, രമ്യ, ഏയോം. ആൻസർ ഏയോം. ഏയോമാണ് ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ആൻസർ എ ആണ്. 1 ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആൻസർ 1, 3 ആണ്. ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ 1ഉം 3ഉമാണ് കറക്റ്റായ ആൻസർ, ശരിയായ ജോഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ?
ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ആൻസർ സിങ്ക്. സിങ്ക് എന്ന ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ. കലാമിൻ എന്നത് സിങ്കിൻ്റെ അയിരാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആര്? അഷ്ടമ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആൻസർ ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് ആണ് അഷ്ടമ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത്. അഷ്ടമ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത് ന്യൂലാൻഡ്സ് ആണ്. ന്യൂലാൻഡ്സ് ആണ് അഷ്ടമ നിയമം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ജലത്തിൻ്റെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ജലത്തിൻ്റെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓപ്ഷൻ സി ഹൈഡ്രജനും ഓക്സിജനുമാണ് ജലത്തിൻ്റെ ഘടക മൂലകങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏത്? തെർമോപ്ലാസ്റ്റിക്കിന് താഴെ തന്നിരിക്കുന്നതിൽ ഉദാഹരണം ഏതാണ്? ആൻസർ PVC. PVC ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. തെർമോപ്ലാസ്റ്റിക്കിന് താഴെ തന്നിരിക്കുന്നതിൽ ഒരു ഉദാഹരണമാണ് PVC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏതു താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ആൻസർ വികിരണം. വികിരണത്തിനുള്ള ഉദാഹരണമാണ് ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് വികിരണം എന്ന താപപ്രസരണത്തിനുള്ള ഒരു ഉദാഹരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏവ? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയല്ലാത്തത് ഏവ? ആൻസർ പ്രതിബിംബത്തിൻ്റെ വലുപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. അതേപോലെ പ്രതിബിംബവും ദർപ്പവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ സവിശേഷതയല്ലാത്തത് 2ഉം 3ഉമാണ്. 77ൻ്റെ ആൻസർ സി ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്രയാണ്? ആൻസർ 27 ദിവസം. അതായത് 27/3 ദിവസം. ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയമാണ് 27/3 ദിവസം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം ഏത് തരം ചലനമാണ്? ആൻസർ വർത്തുള ചലനം. വർത്തുള ചലനമാണ് പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം വർത്തുള ചലനമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏത്? ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ ഏതാണ്? ആൻസർ നീരാവി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള വെള്ളത്തിൻ്റെ അവസ്ഥയാണ് നീരാവി. നീരാവിയാവുമ്പോഴാണ് വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ളത്. നീരാവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. നമുക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബംഗാളി. ബംഗാളി ഭാഷയിലാണ് ജനഗണമന രവീന്ദ്രനാഥ ടാഗോർ രചിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ആൻസർ നമുക്കറിയാം, ആനന്ദമഠം. ആനന്ദമഠം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പല ക്വസ്റ്റ്യൻസും പല എക്സാമുകളിലും നിരന്തരം ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്.
ഇതൊക്കെ ആവർത്തിച്ച് ധാരാളം എക്സാമുകളിൽ ആവർത്തിച്ച ക്വസ്റ്റ്യനാണ് ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ക്വസ്റ്റ്യന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? അപ്പോൾ ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഒന്ന്, മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. ഇത് ശരിയായ ഒരു പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതും ശരിയാണ്. അമെൻമെൻറ്റിലൂടെ മാത്രമേ മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിൻ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പാടുള്ളതല്ല. ഇതും ശരിയായ പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. ഇത് തെറ്റായ പ്രസ്താവനയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായവാദത്തിന് അർഹമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രസ്താവന തെറ്റാണ്. മൗലികാവകാശങ്ങൾ നമുക്ക് കോടതിയിൽ പോയിട്ട് സമർത്ഥിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ആൻസർ. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. 23 ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഈ ക്വസ്റ്റ്യനൊക്കെ ധാരാളം പരീക്ഷകളിൽ ആവർത്തിച്ച് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം, മെയിൻ പരീക്ഷകളിലും അതേപോലെ തന്നെ പ്രിലിമിനറി പരീക്ഷകളിലൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005 ആണ്. 2005. 24ൻ്റെ ആൻസർ 2005 ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് ആവർത്തിച്ച് വന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ധാരാളം ക്വസ്റ്റ്യൻസ് പല രീതിയിലും ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെ അതാണ്. ധാരാളം ക്വസ്റ്റ്യൻസ് പല എക്സാമുകളിലായിട്ട് ആവർത്തിച്ച് വരാറുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാനാണ്, നമുക്കറിയാം, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? കടം കൊണ്ടത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ആൻസർ സോവിയറ്റ് യൂണിയൻ, USSR. സോവിയറ്റ് യൂണിയനിൽ നിന്നും എടുത്തതാണ് മൗലിക കടമകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും കടമെടുത്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. ആൻസറാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ മുദ്രകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആന, കാള, സിംഹം, കുതിര. ആന, കാള, സിംഹം, കുതിര ഇവയൊക്കെയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. കൂട്ടത്തിൽ പെടാത്തതേത്? ഓഡ് വൺ ഔട്ട്. അതായത് കൂട്ടത്തിൽ പെടാത്തതേത്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് സ്വത്തവകാശമാണ്. സ്വത്തവകാശത്തെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു മൗലികാവകാശങ്ങളിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്വത്തവകാശം നിയമാവകാശമാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് സ്വത്തവകാശമാണ്, സ്വത്ത് അവകാശമാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്. നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ 100 ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പോൾ ധാരാളം പ്രാവശ്യം ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്. ആൻസർ 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ്
സമ്പാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ വനിത ആരാണ്? ആൻസർ മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിൽ വെച്ച് ജർമ്മനിയിലെ ഇൻ്റർനാഷണലിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആര്? വീണ്ടും ആവർത്തിച്ചു ഈ ക്വസ്റ്റ്യൻ നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം തയ്യാറാക്കിയത് ആരാണ്? ആൻസറാണ് ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലാണ് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ദെൻ മൗണ്ട് ബാറ്റൺ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമുക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു കെ കേളപ്പൻ. അതേപോലെ ഉപ്പ് സത്യാഗ്രഹത്തിനും നേതൃത്വം കൊടുത്തത് കെ കേളപ്പനായിരുന്നു. ദെൻ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ചട്ടമ്പി സ്വാമികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികൾ രചിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താവാണ് ചട്ടമ്പി സ്വാമികൾ. വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാടാണ് ആൻസർ. ഇടനാട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ശുദ്ധജല തടാകമാണ് ചോദിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായലേത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായലാണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നത് വേമ്പനാട്ടു കായൽ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ എക്സാമിന്, അതായത് LDC ഖാദി ബോർഡ് എക്സാമിൽ ആവർത്തിച്ച 100 ക്വസ്റ്റ്യനാണ്. ഏറ്റവും പുതുതായിട്ട് നടന്ന PSC എക്സാമാണ് ഖാദി ബോർഡ് പ്രിലിമിനറി എക്സാം.
അതിൽ ആവർത്തിച്ച 100 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പല ക്വസ്റ്റ്യൻസും പല എക്സാമുകളിലും പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും മെയിൻ എക്സാമുകളിലും അതേപോലെ തന്നെ പ്രിലിമിനറി എക്സാമുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും വരും എക്സാമുകൾ, പ്രിലിമിനറി എക്സാമുകളിലും അതേപോലെ തന്നെ മെയിൻ എക്സാമുകളിലും. നമുക്ക് LDC എക്സാമിന് പ്രിലിമിനറി എക്സാം ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ധാരാളം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കണം, എങ്കിലേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും എക്സാം കോൺഫിഡൻസോടുകൂടി അറ്റൻഡ് ചെയ്യാനും കഴിയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇത്തരം വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ദയവായി നിങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.